ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഉണക്കമീനും പച്ചക്കായും കൊണ്ടുള്ള ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നമുക്ക് പച്ചമീനൊക്കെ കിട്ടാത്ത അവസരങ്ങളിൽ ഈ ഉണക്കമീനുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 2 പച്ചക്കായും 2 തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഉണക്കമീൻ എടുത്തിട്ടുണ്ട്. മത്തി, അയില, അങ്ങനെ 2-3 ടൈപ്പ് മീൻ അതിനകത്തുണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ചെറിയ പച്ചക്കായാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് 1 മുറി തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 5-6 ചെറിയ ഉള്ളി. അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആദ്യം നമുക്ക് ഈ ഉണക്കമീനൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വന്നപ്പോൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻ ഒരു സൈഡൊന്ന് റെഡിയായി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് ഒരുപാടങ്ങ് മൂപ്പിക്കണ്ട, ഒന്ന് മൂപ്പിച്ചെടുക്കുക. നമ്മൾ സാധാരണ ഉണക്കമീൻ വറുത്ത് കഴിക്കുമല്ലോ, അത്രയും മൂപ്പ് വേണ്ട കേട്ടോ. ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ പരുവത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് ആദ്യത്തെ ഇട്ട് കൊടുത്ത് ബാക്കി നമുക്ക് ഇതുപോലെ ഇട്ട് വറുത്തെടുക്കാം. ഉണക്കമീനെല്ലാം വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം വേറൊരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് നമ്മളെടുത്ത് വെച്ച കായ ഉണ്ടല്ലോ, കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കാം. കായ ഒന്ന് വെന്ത് വരട്ടെ, ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇരുന്നിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് കായൊക്കെ ഒന്ന് പകുതി വേവായിട്ടുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 2-3 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പില, ഒരു 2 തക്കാളി, വലിയ തക്കാളിയാണ്, 2 വലിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വെന്ത് വരട്ടെ, ഒന്നുകൂടി മൂടി വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അരപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് അരപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ കറി എന്ന് പറയുന്നത് ഒരുപാടങ്ങ് വെള്ളം പോലെ ആവരുത് കേട്ടോ, കുറച്ച് കുറുകിയ കറിയായിരിക്കണം. കുറച്ച് അരപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ മീൻ ഉപ്പുണ്ട്, നമ്മൾ ആദ്യമേ കാ വേകാനായിട്ട് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. മീനും ഉപ്പുള്ളത് കൊണ്ട് മീനിട്ടതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. മീനും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നല്ല 1-2 തിളച്ചിട്ടുണ്ട്. കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ നോക്കിയപ്പോൾ പുളി അല്പം കുറവായിട്ട് തോന്നി. അതുകൊണ്ട് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റായിട്ട് തന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ടി വന്നില്ല. കറി ആണ്ടേ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഈ ചട്ടിയിലിരുന്നത് കുറച്ചും കൂടെ കുറുകി വരും. ഇനി ഇതിലേക്ക് ഒരു താളിപ്പ് കൂടി ചേർക്കാനുണ്ട്. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു 3-4 ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ 2 കറിക്ക് ഇത് താളിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഉള്ളിയുടെ ക്വാണ്ടിറ്റി കൂടുതൽ, 2 കറിക്കായിട്ട് ഒഴിക്കാനായിട്ടാണ്. ഇനി അതുപോലെ തന്നെ ഒരു 3-4 ഉണക്കമുളകും കൂടെ ചേർക്കുന്നുണ്ട്. ഉള്ളിയും മുളകും ഒക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉള്ളിയും മുളകൊക്കെ ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക്
കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമുക്കത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഉണക്കമീനും കായയും കൊണ്ടുള്ള ഒരു കറിയാണ്. പക്ഷെ ചോറിന് ഇത് മാത്രം മതി കേട്ടോ കറി. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഹൈപ്പ് കൂടി ചെയ്യണേ. ഓക്കെ, താങ്ക് യു.